നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 36 കൊടുത്തിരിക്കുന്ന 2 ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഇതേപോലെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക് ഇൻ ദ പിക്ചർ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന സർക്കിളിലെ ഒരു ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ സർക്കിളിലെ ഒരു പോയിന്റിലെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രിന്ന്. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ആർക്ക് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. അതേപോലെ തന്നെ സെൻട്രൽ ആംഗിൾ അത് തന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ കാണാനറിയാം. ആ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ആംഗിൾ ഇതിലേതും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ദ ആർക്കാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഇത് 40 ഡിഗ്രിയാണ് അല്ലേ. അതായത് ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള, അതായത് ഈ ആർക്കിൻ്റെ എൻഡ് പോയിന്റിനോട് ജോയിൻ ചെയ്തതായിരിക്കണേ ആ ഒരു സർക്കിൾ ഇവിടെ ആംഗിള് 40 ഡിഗ്രിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ് ഈ പോയിന്റിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ. അപ്പോൾ നമുക്കിതിൻ്റെ സെൻട്രൽ ആംഗിൾ എഴുതാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 × 40, ദാറ്റ് ഈസ് 80 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രിയാണ് നമുക്ക് തന്നിരിക്കണേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് ദ ആർക്കാണ് അല്ലേ. ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. നമുക്കറിയാം ഒരു സർക്കിളിലെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഇവിടെ നമുക്ക് എത്രയാണ്? 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. ഇവിടെ 0 കട്ട് ചെയ്യാം. 8/36 എന്ന് കിട്ടി. 8ൽ 4 2 ടൈംസ് പോകുന്നുണ്ട്. 36ൽ 4 9 ടൈംസ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എന്ത് കിട്ടി? 2/9 എന്ന് കിട്ടി. വളരെ എളുപ്പമല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വയറിനെ നമ്മൾ എടുത്തിട്ട് ബെൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ കോർണർ വരുന്നുണ്ടല്ലോ, ആ കോർണർ നമ്മളിതിൽ 3 പിക്ചറിൽ നമ്മളത് പ്ലേസ് ചെയ്യുന്നുണ്ട് 3 സർക്കിളിലായിട്ട്. അപ്പോൾ ആദ്യം നമ്മളതൊരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നമ്മളതിനെ പ്ലേസ് ചെയ്തു. അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/10 ആണ്. പിന്നീട് ആ സെയിം ആ വയർ അങ്ങനെ ബെൻഡ് ചെയ്തതിന് നമ്മൾ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഇവിടെ വെച്ച അതേ ഇതെടുത്തിട്ട് നമ്മൾ വേറൊരു സർക്കിളിൻ്റെ ഒരു പോയിന്റിലാണ് വെച്ചത്. ഇവിടെ നമ്മളത് സെൻറ്ററിലാണ് പ്ലേസ് ചെയ്തത്, ഇവിടെ നമ്മളൊരു പോയിന്റിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിലൊക്കെ നമ്മളോട് ഇതിൻ്റെ അങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻറ്ററിൽ വെച്ചപ്പോൾ ഫ്രാക്ഷൻ 1/10 ആയിരുന്നു ആർക്കിൻ്റെ. ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ആർക്കിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ സെയിം അത് വേറൊരു സർക്കിളിൽ കൊണ്ടുപോയി വെച്ചു, ഇതേപോലെ തന്നെ ഒരു പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കണം? ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് ഓൾറെഡി ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് തന്നിട്ടുണ്ട് സെൻറ്ററിൽ വെക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ. ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. ഫ്രാക്ഷൻ തന്നിട്ടുണ്ടല്ലോ, സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. പക്ഷേ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു വയറുണ്ട്, ഈ വയർ ബെൻഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആംഗിളാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്നതിനുപരിയും ആ ഒരു വയർ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആംഗിളാണ് ഇവിടെ സർക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ആയിട്ട് വരുന്നത്. ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തുല്ലോ. അപ്പോഴും ഈ ഒരു ആംഗിളിനും ഈ ഒരു ആംഗിളിനും വ്യത്യാസം വരില്ല, കാരണം നമ്മളത് ഒരിക്കലും മാറ്റുന്നില്ല. അത് അതേപോലെ തന്നെയാണ് പ്ലേസ് ചെയ്തത്, പക്ഷേ പ്ലേസ് ചെയ്ത പോയിന്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കിട്ടിയ സെൻട്രൽ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് സർക്കിളിലെ ഈ ഒരു പോയിന്റിൽ വെച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ. അവിടെ അതൊരു പോയിന്റിലെ ആംഗിളാണ്, ഫസ്റ്റ് സർക്കിളിൽ അത് സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പിക്ചറിലെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് സർക്കിളിൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിക്ചറിലെ നമുക്ക് സെൻട്രൽ ആംഗിൾ മനസ്സിലായല്ലോ. ഫ്രാക്ഷൻ ഓഫ് ദ ആർക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു നമുക്ക് ഫ്രാക്ഷനെ തന്നിരിക്കണേ അല്ലേ. മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ 360 മൾട്ടിപ്ലൈഡ് വിത്ത് ഫ്രാക്ഷൻ.
അല്ലെങ്കിൽ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈഡ് വിത്ത് 360. 0 കട്ടായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 36 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 36 ഡിഗ്രി. അതായത് ആ സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ ഉള്ളിലുള്ള ഒരു ആംഗിൾ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ സെയിം 36 ഡിഗ്രി തന്നെയാണ് എന്ത് വരുന്നത്? ഇവിടെയും വരുന്നത്. കണ്ടോ? ഈ 36 ഡിഗ്രി തന്നെയാണ് ഇത് ഇവിടെ രണ്ടാമത്തെ പിക്ചറിൻ്റെയും ആ ഒരു ആംഗിളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് 36 ആണെങ്കിൽ ഇവിടെ വരുന്ന സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? കാരണം സെൻട്രൽ ആംഗിൾ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ സെക്കൻഡ് പിക്ചറിൽ സെൻട്രൽ ആംഗിൾ എന്തായിട്ട് വരും? സെൻട്രൽ ആംഗിൾ ഇപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് ആംഗിൾ ഓൺ ദ സർക്കിൾ ഒരു പോയിന്റിലുള്ള ആംഗിളാണ് അല്ലേ 36 ഡിഗ്രി ആയിട്ട് വരുന്നത്. ഇതിലത് സെൻട്രൽ ആംഗിൾ ആയിരുന്നു. വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പം ഇതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ 2 × 36 ഡിഗ്രി, അതായത് 72 ഡിഗ്രിയാണ് ഇവിടെ എന്ത് വരുന്നത്? സെൻട്രൽ ആംഗിൾ വരുന്നത്. കണ്ടോ? അപ്പോൾ 36ൻ്റെ ഡബിൾ 72 ഡിഗ്രിയാണ് ഈ ഒരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർക്കിളിൻ്റെ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് ഈസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിൾ divided by 360 degree. That is equal to central angle ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 72 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യണം അല്ലേ? 72-ൽ 9 പോകുന്നുണ്ട്, 360-ൽ 9 പോകുന്നുണ്ട് അല്ലേ? 36-ൽ പോകുന്നുണ്ടെങ്കിൽ 360-ൽ പോകും. 72-ൽ 9 8 ടൈംസ്, അതേപോലെ തന്നെ 360-ൽ 9 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമാണ്? 4 ടൈംസ്. അപ്പോൾ 40 ടൈംസ് വരും അല്ലേ? 0യും കൂടി ഇട്ടല്ലോ. അപ്പോൾ 8/40. അഗെയിൻ 8 പോകുന്നുണ്ട്. 8-ൽ 8 1 ടൈംസ്, 40-ൽ 8 5 ടൈംസ്. അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ എന്ത് കിട്ടി? 1/5 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർക്കിളിൽ ഇവിടെ ഈ 36 സെയിം ആണ് നമുക്ക് ഇവിടെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ അതിൻ്റെ ഇരട്ടിയാണ്, അതായത് 72 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആയിരിക്കും. ഇനി അവർ ചോദിച്ചിട്ടുണ്ട്, what if it is placed at a point on another circle as in the third picture? തേർഡ് പിക്ചറിൽ പറഞ്ഞ പോലെ ഈ സെയിം നമ്മൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അത് അതേപോലെ വേറൊരു സർക്കിളിൻ്റെ ഇതേപോലെ ഒരു സർക്കിളിൻ്റെ പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര തന്നെയായിരിക്കും? 36 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ? വ്യത്യാസമില്ലേ? നമ്മൾ അതിൻ്റെ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സർക്കിൾ മാത്രമേ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. സർക്കിൾ വലുതോ ചെറുതോ അതൊന്നും വിഷയമില്ല. നമ്മൾ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്ത് തന്നെയാണ് വരിക? 36 ഡിഗ്രി തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ 36 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? ഈ സെക്കൻഡ് പിക്ചറിലെ പോലെ തന്നെ അതിൻ്റെ ഇരട്ടി അല്ലേ? ഡബിളായിട്ട് വരും. അതായത് എത്രയാണ്? 72 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ ഈ ഫ്രാക്ഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ല, എത്രയാണ്? 1/5. അപ്പോൾ നമുക്ക് സംശയം തോന്നും, ഈ ഒരു സർക്കിൾ ചെറുതല്ലേ? പക്ഷെ നമ്മളവിടെ ഉണ്ടാക്കുന്ന ആ ആംഗിളിന് വ്യത്യാസം വരുന്നില്ല. ആ ആംഗിൾ അവിടെ എത്ര തന്നെയായിരുന്നു? 36 ഡിഗ്രി. നമ്മൾ ആ വയറ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ അത് ബെൻഡ് ചെയ്ത് വെച്ചത് അതേപോലെ നമ്മൾ ഈ 3 സർക്കിളിലും പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ കിട്ടിയ 36 ഡിഗ്രി തന്നെയാണ് അടുത്ത സർക്കിളിലും ആ ഒരു ആംഗിൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 72 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 72 ഡിഗ്രി ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് എന്ന് പറയുന്നത് 1/5 തന്നെയാണ്. അപ്പം തേർഡ് പിക്ചറിനും സെയിം ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ സെക്കൻഡ് പിക്ചറിൻ്റെ അതേ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും എഴുതാം. അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആയിരുന്നു അല്ലേ ഇത്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് ദ ആർക്ക് തന്നു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഓഫ് ദ പോയിന്റിലുള്ള ആംഗിളും അതേപോലെ നേരെ തിരിച്ച് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്